ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. ഈ 3 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പച്ചരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുതിർത്ത് വെച്ച പച്ചരി ഉണ്ടെങ്കിൽ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റമാണ്. കണ്ടോ, ആരൊക്കെ എടുത്ത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഗിവവേയുടെ കാര്യം ആരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുകയാണ്. 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുന്നത് വരെ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ഇടുന്ന ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 22 പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടുന്നത്. ഫസ്റ്റ് പ്രൈസ് ഗോൾഡ് കോയിൻ ആണ്. സെക്കൻഡ് പ്രൈസ് അബായ അല്ലെങ്കിൽ മോഡസ്റ്റ് വെയർ. 20 പേർക്ക് സർപ്രൈസ് ഗിഫ്റ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുതിർത്ത് വെച്ച പച്ചരി കഴുകി ഊറ്റിയെടുത്തതാണ് കേട്ടോ. 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. കുറഞ്ഞത് ഒരു 2 മണിക്കൂർ നേരം കുതിർത്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ് വൈകുന്നേരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. 1 കപ്പ് പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിക്കാനെടുക്കുന്ന ചോറ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 വലിയ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പച്ചരി, ചോറ്, പഞ്ചസാര ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണല്ലോ. അപ്പോൾ ഇത് 3 ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. നമ്മൾ മുട്ടയപ്പം, മുട്ടച്ചുരുക്കൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മാവ് ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഒരു അപ്പം ചുട്ടെടുക്കുമ്പോഴാണ് ഇതിൽ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് ഇത് ചുട്ടെടുക്കുമ്പോൾ ആദ്യത്തെ അപ്പം ചുട്ടെടുത്തപ്പോൾ ചെറുതായിട്ടൊരു കട്ടിയിൽ പൊങ്ങി വരാത്ത രീതിയിൽ കണ്ടോ, ഇതുപോലെയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് മുകളിലേക്ക് അങ്ങനെ പൊങ്ങി വരും. ഇത് പൊങ്ങി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം അതിലേക്ക് ചേർത്തു കേട്ടോ. അത് നമ്മൾ മുട്ടസിർക്കാണെങ്കിലും കാരയപ്പാണെങ്കിലും ഒക്കെ അതുപോലെ തന്നെയാണ്. ആദ്യത്തെ ഒന്ന് ചുട്ടെടുക്കുമ്പോഴാണ് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ ആദ്യം ചുട്ടെടുത്തതാണ് കേട്ടോ. വല്ലാതെ അങ്ങോട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടില്ലേന്നു. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തു. അതായത് 3/4 കപ്പ് വെള്ളം മൊത്തത്തിൽ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ വെള്ളം കൂടാനും പാടില്ല, വെള്ളം കുറയാനും പാടില്ല. വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ അപ്പം ഷേപ്പ് നല്ലതായിട്ട് കിട്ടൂല. പിന്നെ പെട്ടെന്ന് പൊങ്ങി വന്ന് പൊട്ടിപ്പോവും, ഉള്ളിലേക്കൊക്കെ എണ്ണ കിടക്കും. വെള്ളം കുറഞ്ഞാൽ പിന്നെ അധികം അങ്ങോട്ട് പൊങ്ങി വരാതെ കുറച്ചൊരു കട്ടിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു അളവിലെടുക്കുമ്പോൾ 3/4 കപ്പ് വെള്ളമാണ് അതിൻ്റെ ഒരു പാകമായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 3/4 കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ പൊങ്ങി വരുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ തവി ബാറ്റർ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ആ ഒരു താഴ്ഭാഗം ഏകദേശം കുക്കായി വരുന്ന സമയത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചുവിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മാവ് എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ എണ്ണ നല്ല ചൂടുണ്ടാവണം, ഹൈ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് തിരിച്ചും മറിച്ചുവിട്ട് നമുക്ക് നല്ലതുപോലെ അതിൻ്റെ ഉൾഭാഗമൊക്കെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലേവറിന് ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അപ്പമാണ് അല്ലേ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന വിചാരിക്കുകയാണ്. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്